ഹായ് എവറി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ മേഘ ആൻഡ് ദിസ് ഇസ് സൂക്കി. ഞങ്ങൾ രണ്ടുപേരും കൂടി വിചാരിച്ചു നൈക്ക പിങ്ക് സമ്മർ സെയിലിൻ്റെ കുറച്ച് റെക്കമെൻഡേഷൻസ് പറയാമെന്ന്. അപ്പോൾ ഫസ്റ്റ്ലി എൻ്റെ സ്കിൻ ടോൺ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കുറച്ചും കൂടി ഡാർക്കറാണ് ഹോണസ്റ്റ്ലി. ഞാൻ ഈ വിൻഡോൻ്റെ അടുത്ത് ഇരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ കാണുന്നത് ലൈക്ക് ക്ലിയർ സ്കിന്നായിട്ട്. പക്ഷേ എനിക്ക് ഇവിടെയൊക്കെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അത്യാവശ്യം ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. ഇപ്പം ഞാൻ ഫൗണ്ടേഷൻ കൺസീലർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പം ആൻഡ് കുറച്ച് പിഗ്മെൻറ്റഡ് ലിപ്സും ആണ്. അപ്പോൾ ദാറ്റ് ഈസ് മൈ സ്കിൻ ടൈപ്പ് ആൻഡ് ദ ഇഷ്യൂസ് ഐ ഹാവ്. അപ്പം അതൊക്കെ ബേസ് ചെയ്തിട്ടൊന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല, ബിക്കോസ് ഞാൻ അൺനെസസറി ആയിട്ട് കുറേ സാധനങ്ങൾ മേടിച്ചിട്ടില്ല. നെസസറി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്രാവശ്യം മേടിച്ചത്. പക്ഷേ ഐ വിൽ ഗിവ് യു റെക്കമെൻഡേഷൻസ് ഫോർ ദ തിങ്സ് ഐ തിങ്ക് വർത്തിയാണ്. ഫസ്റ്റ് തിങ് ഇസ് ദിസ്. ഇതിൻ്റെ ഈ അഗ്ലി സെലോ ടേപ്പ് നോക്കണ്ട. ഇത് മൈ ബ്യൂട്ടിഫുൾ ഹസ്ബൻഡ് ഇതിൻ്റെ പാക്കേജിങ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു കോമ്പസ് കൊണ്ട് കുത്തിയിട്ടാണ് ഓപ്പൺ ചെയ്തത്. ഇതിൻ്റെ പുറത്തൊരു മറ്റേ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു എയർ നിറച്ചിട്ടുള്ളൊരു കുറച്ച് വലിയൊരു സാധനം ഉണ്ടാവില്ലേ, അതുണ്ടായിരുന്നു. അത് കുത്തി പൊട്ടിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷേ ഇത് കുത്തിപ്പോയി ഇതിൻ്റെ ബാക്ക് സൈഡിൽ. അപ്പം അതിൽ നിന്ന് ലീക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടേപ്പ് പൊട്ടിച്ചതാണ്. ഇത് ബയോഡോമേൻ്റെ ഒരു ഷവർ ഓയിലാണ്. ഷവർ ഓയിൽ എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു സെൻസിറ്റീവ് സ്കിന്നുള്ള അല്ലെങ്കിൽ ഫ്രേഗ്രൻസ് ഒന്നും അത്രയ്ക്ക് പറ്റാത്ത ആൾക്കാർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. എനിക്ക് ഫ്രേഗ്രൻസ് അത്ര പറ്റില്ല. എനിക്ക് ചില ഫ്രേഗ്രൻസിനോട് നല്ല അലർജി ഉണ്ട്. എനിക്ക് തൊണ്ടയിൽ ഒരു ഇച്ചിങ് പോലെ വന്നിട്ട് എനിക്ക് ശരിക്കും ഇൻഫെക്ഷൻ ആവും. അപ്പം അത്രയ്ക്ക് അങ്ങനത്തെ ഭയങ്കരമായിട്ട് ഫ്രേഗ്രൻസ് ഉള്ള സാധനങ്ങളൊന്നും എനിക്ക് പറ്റില്ല. അപ്പം എന്താ പറയുക, പ്രൊഫഷണൽ യൂട്യൂബർ, സോറി, ഞാനിങ്ങനെ റാമ്പിൾ ചെയ്ത് പോവാണ്. അപ്പം ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു സാൽസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ബോഡി വാഷസ് ആയിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഡൗവിൻ്റെ ബോഡി സോപ്പാണ് ഉപയോഗിക്കാറ്. പക്ഷേ ഡൗവിൻ്റെ ബോഡി സോപ്പ് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തീരും ഞങ്ങൾ രണ്ടുപേരും കൂടി യൂസ് ചെയ്യുമ്പം. അപ്പോൾ അതുകൊണ്ട് ഐ ഡിസൈഡ് ടു ട്രൈ ദിസ്. ഓക്കെ, ഇതെനിക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്. 100 ml ഫേസ് വാഷ് ഓർ ഇതിൽ ക്ലെൻസിങ് ജെൽ എന്നൊക്കെ ഫാൻസി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ബേസിക്കലി ജസ്റ്റ് ഫേസ് വാഷ്. അപ്പം ഇത് നോർമൽ ടു ഡ്രൈ സ്കിന്നിനുള്ളതാണ്. എനിക്ക് ഓയിലി സ്കിന്നാണ്. പക്ഷെ എന്നാലും എനിക്കിത് നല്ല എന്താ പറയുക, ഒരു പ്ലസൻ്റ് ആയിട്ട് തോന്നി. ബിക്കോസ് യൂഷ്വലി ചില ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മൾ ചില ഫേസ് വാഷസ് ട്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കി കളയും. പക്ഷേ ഇത് എനിക്ക് പെർഫെക്റ്റ്ലി ജസ്റ്റ് ക്ലെൻസ് ചെയ്യുന്ന മാത്രമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നത് കോസാറെക്സിൻ്റെ സാൽസിലിക് ആസിഡ് ക്ലെൻസറാണ്. അത് എല്ലാ ദിവസവും യൂസ് ചെയ്യാറില്ല, ബിക്കോസ് സാൽസിലിക് ആസിഡ് ആസ് വി നോ ഇറ്റ്സ് എക്സ്ഫോളിയൻറ്റ്. അത് എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നെക്സ്റ്റ് മേടിച്ചത്. ദാറ്റ് ഈസ് കോസാറെക്സിൻ്റെ ജെൻറ്റിൽ മോർണിംഗ് PH ബാലൻസ് ഫേസ് വാഷ് ക്ലെൻസർ. അപ്പം ഇത് ഞാൻ പിന്നെയും മേടിച്ചതാണ്. ബിക്കോസ് ഇതെനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് സ്ട്രിപ്പ് ചെയ്യാണ്ട്, ഭയങ്കരമായിട്ട് ഒരു ഡ്രൈ ആക്കാണ്ട് നല്ലോണം ക്ലെൻസ് ചെയ്യുന്ന ഒരു ക്ലെൻസറാണിത്. അത് നെക്സ്റ്റ് പ്രോഡക്റ്റ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ലാത്ത കുറേ പേര് റെക്കമെൻഡ് ചെയ്ത് കണ്ട വിഷ് കെയർ എസിനമൈഡ് സൺസ്ക്രീൻ. ഇത് കുറേ പേര് ഓയിലി സ്കിന്നിന് ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞ് ഞാൻ റെക്കമെൻഡ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. എന്താ പറയുക, നയസിനമൈഡ് ഉള്ളതുകൊണ്ട് ഓഫ്കോഴ്സ് നയസിനമൈഡ് നമ്മൾക്ക് ഓയിലി സ്കിന്നാണെങ്കിൽ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള സംഭവമാണ്. ബിക്കോസ് ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കും. ഓക്കെ, അപ്പം നമ്മൾ കൺസിസ്റ്റൻ്റ്ലി യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഇട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്തൊരുമാതിരി ഒട്ടിപ്പറ്റിയതാവില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ആവില്ല എന്നാണ് തോന്നുന്നു. അതിൻ്റെ ഒരു ഗുഡ് തിങ്. ഐ ഹാവൻ ട്രൈഡ് ഇറ്റ്. പക്ഷേ എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് ഗുഡ് റിവ്യൂസ് ഉണ്ട്. നോട്ട് ജസ്റ്റ് ഇൻഫ്ലുവൻസർ പെയ്ഡ് ആയിട്ടുള്ള റിവ്യൂസ്. ഐ ഹവ് സീൻ ലോട്ട് ഓഫ് മൈ ഫ്രണ്ട്സ് യൂസ് ഇറ്റ് ആൻഡ് ദേ ഹവ് സെഡ് ഇറ്റ്സ് ഗുഡ്. പക്ഷേ അവർക്കൊക്കെ ഡ്രൈ സ്കിന്നാണ്. അപ്പം ഓയിലി സ്കിന്നായിട്ടുള്ള ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ഈ വിഷ് കെയറിൻ്റെ കൂടെ എനിക്ക് ഫ്രീ കിട്ടിയതാണ് അവരുടെ ആൻറ്റി ഹെയർ ഫോൾ മൾട്ടിപെപ്റ്റൈഡ് ഷാംപൂ. ഇതും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഓഫ് കോഴ്സ്, പക്ഷേ അതാണ്
ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്നുണ്ടോ ഇപ്പം എന്ന് എനിക്കറിയില്ല, പക്ഷേ ഐ തിങ്ക് ദാറ്റ്സ് ഓൾസോ നൈസ് തിങ്. ഇപ്പോൾ ഇങ്ങനെ ഫ്രീ കിട്ടുന്ന തിങ്സൊക്കെയാണ് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാറ്. ബിക്കോസ് ഇതെനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാം, അത്ര സ്പേസ് എടുക്കില്ല. ആൻഡ് അതാ ഇറ്റ്സ് ഗുഡ് വി നോ, അപ്പോൾ ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴേ അത് ട്രൈ ചെയ്യുള്ളൂ. ഇതിപ്പോൾ വെറുതെ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇതാക്കുന്നില്ല. ഓക്കെ ഓക്കെ, ദ നെക്സ്റ്റ് തിങ് ഇസ് ലോസറ്റീൻ്റെ ഈ ഹാൻഡ് ക്രീം. ഓക്കെ, അപ്പം സോറി അത് ഫോക്കസ് ആവുന്നില്ല. എനിവേ ഇത് സിട്രസ് ലൈം എന്ന് പറഞ്ഞ ഒരു ഫ്ലേവറാണ്. ഫ്ലേവർ എന്ന് പറയാൻ പറ്റുമോ, ഒരു വേർഷനാണ്. ലോസിറ്റീൻ്റെ ഷിയ ബട്ടർ ഉള്ളത് ഭയങ്കര ഫേമസ് ആണെന്ന് അറിയാം. ഇത് എനിക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. എൻ്റെ ഇത് ഓഫറിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓഫർ ഉണ്ടോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷേ ഐ ലെറ്റ് യു ഗൈസ് നോ. ഐ ഷെയർ ദ സ്ക്രീൻഷോട്ട് ഓഫ് കറൻ്റ്ലി ഇപ്പോൾ എത്ര പ്രൈസില്ല എന്നുള്ളത്. ആൻഡ് എനിക്ക് തോന്നുന്നത് ഭയങ്കര ഗുഡാണെന്ന്. ബിക്കോസ് എനിക്ക് എൻ്റെ കയ്യിൽ ഞാൻ ഇതൊരു പ്രാവശ്യം ബാംഗ്ലൂർ പോയപ്പോൾ ലോസിറ്റീൻ്റെ ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചതാണ് ഫോർ ഫുൾ പ്രൈസ് ഒരു വട്ടം. പക്ഷേ ഇതിപ്പോൾ ഞാൻ റീഫില്ലായിട്ട് മേടിച്ചതാണ് ഫ്രം നൈക്ക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ദാറ്റ് ഇതിനകത്ത് ലൈക്ക് ജസ്റ്റ് ഒരു ഫ്രീഗ്രൻസ് ആയിട്ടൊന്നും അല്ല ഇതിൽ ലൈം ഉള്ളത്. ദർ ഇസ് ആക്ച്വൽ സിട്രസ് എക്സ്ട്രാക്ട് ഇൻ ഇറ്റ്. അപ്പം അതുകൊണ്ട് എനിക്ക് എൻ്റെ ഹാൻഡിൽ ഉപയോഗിച്ചപ്പം എനിക്ക് കയ്യിലും ഈ പാമ്പിൻ്റെ ഇവിടെയും ഫേസും ഒക്കെ പല പല കളറാണ്. എൻ്റെ ശരീരത്തിൽ മുഴുവൻ പല പല കളറാണ്. അപ്പം എനിക്ക് ഈ ഹാൻഡ് ക്രീം കൺസിസ്റ്റൻ്റ്ലി ഒരു 2-3 വീക്സ് ഉപയോഗിച്ചിരുന്ന ഒരു സമയത്ത് എനിക്ക് എൻ്റെ പാമ്പിൻ്റെ ഈ ഒരു സൈഡിൽ അത്യാവശ്യം ടാനിങ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പയർഡ് ടു ഈ ഒരു ഏരിയ. ഓക്കെ, ലൈക്ക് ഈ ഏരിയ, ദിസ് ഏരിയ, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഹാൻഡ് ക്രീം ഒബ്വിയസ്ലി നമ്മൾ ഇവിടെയാണല്ലോ. Okay, the next product is Maybelline's Hyper Curl Mascara. ഇതും എൻ്റെ ഒരു റീപർച്ചേസ് ആണ്. ഓക്കെ, ഇത് എനിക്കിഷ്ടമാവാൻ കാരണം മേബിലിൻ്റെ സ്കൈ ഹൈ മസ്കാര ഞാൻ യൂസ് ചെയ്തിട്ട് അത് ഗുഡ് ആണെങ്കിലും സ്കൈ ഹൈ മസ്കാര ശരിക്കും കണ്ണിന്ന് പുറത്ത് വരാൻ വേണ്ടി ഭയങ്കര പാടാണ്. പക്ഷേ ഇത് വാട്ടർ പ്രൂഫാണ്. പക്ഷേ ദ സെയിം ടൈം അത് ഒരു ഓയിൽ ബേസ് ക്ലെൻസർ അല്ലെങ്കിൽ നോർമൽ കോക്കനട്ട് ഓയിൽ ഓർ വാട്ട് എവർ നമ്മളിത് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് പുറത്ത് വരുന്നുണ്ട്. സ്കൈ ഹൈ മസ്കാര എനിക്ക് തോന്നുന്നു ഒരു 2 ദിവസമെങ്കിലും എൻ്റെ ഐലാഷിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഇരുന്നിട്ടുണ്ട് എന്നുള്ളൊരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് സ്വിച്ച് ചെയ്തു. ദ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇസ് എൽഫിൻ്റെ ക്യാമോ ലിക്വിഡ് ബ്ലഷ്. അപ്പം ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് എൽഫിൻ്റെ ബ്ലഷ് ട്രൈ ചെയ്യുന്നത്. ഇത് ട്രൈ ചെയ്തപ്പം എനിക്ക് തോന്നിയത് എനിക്ക് യൂഷ്വലി യൂസ് ചെയ്യുന്ന ബ്ലഷസിനെക്കാട്ടും കുറച്ചും കൂടി ഡാർക്കറാണ്. ഓക്കെ, ദ ലാസ്റ്റ് പ്രോഡക്റ്റ് ദറ്റ് ഐ ബോട്ട് ഇസ് ഇത് മാർസിൻ്റെ സെറ്റർ ആൻഡ് ബ്ലോട്ടർ ജെൽ കോമ്പാക്റ്റ് എന്നാണ് ഇവരുടെ ലൈക്ക് പ്രോഡക്റ്റിൻ്റെ പേര്. ആൻഡ് ദിസ് ഈസ് സോ ഗുഡ് യു ഗൈസ്, ബിക്കോസ് ഞാനിത് ഓൾറെഡി ഇന്ന് മോർണിംഗ് ഉപയോഗിച്ചു. ഞാൻ എന്നിട്ട് ഇത് വെച്ച് വെറുതെ കളിച്ച് നോക്കിയതാണ്. ഞാൻ കൈ വെച്ചിട്ട് വെറുതെ നെക്കിലേക്ക് നോക്കിയതാണ്. ഇതിൻ്റെ കൂടെ ഒരു അപ്ലിക്കേറ്റർ മറ്റേ ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന മറ്റേ ആ ഒരു സാധനം ഇതിൻ്റെ കൂടെ കിട്ടും. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പം എനിക്ക് കുറച്ചും കൂടി ഈവൻലി സ്പ്രെഡ് ചെയ്യുന്ന പോലെ തോന്നി. കുറച്ചും കൂടി ഹൈജീനിക് ആയിട്ടും തോന്നി. ബിക്കോസ് ആ ഒരു സാധനം ഈ ഓയിലി ആയിട്ടുള്ള ഫേസിൽ നമ്മൾ പിന്നെ റീഅപ്ലൈ ചെയ്തിട്ട് ഇതിൽ നിൽക്കുമ്പം ഇതിൽ കുറച്ച് ഡേർട്ട് വരികയാണ്. ഇത് ഓൾറെഡി ഞാൻ ഡേർട്ടി ആക്കി. പക്ഷേ എനിവേ ദിസ് ഇസ് സച്ച് എ റിയലി ഗുഡ് പ്രോഡക്റ്റ്. ആസ് യു ക്യാൻ സീ ഞാൻ എൻ്റെ ഇപ്പം വീഡിയോ എടുത്ത സമയത്ത് തന്നെ അത്യാവശ്യം വേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആസ് യു ക്യാൻ സീ എൻ്റെ 2 സൈഡ്സ് ഓഫ് ഫേസിൻ്റെ കമ്പാരിസൺ ഞാനിപ്പോൾ കാണിക്കുമ്പം ഇത് ഞാൻ ടാപ്പിൻ ചെയ്യുന്ന ഏരിയയിൽ ആ ഒരു ഓയിലിനെസ് നല്ലോണം കൺട്രോൾ ആവുന്നുണ്ട്. ശരിക്കും ഒരു ബ്ലോട്ടർ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ദ ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞെങ്കിലും ഒന്നും കൂടി ഉണ്ട്. അത് ഈ റോമാൻഡിൻ്റെ ഈ വിൻറ്റേജ് ടോപ്പ് എന്നുള്ള 0 വെൽവെറ്റ് ടിൻറ്റ് റേഞ്ചിലുള്ള ടിൻറ്റാണ്. എനിക്ക് റോമാൻഡിൻ്റെ കുറേ ടിൻസ് ഉണ്ട്. ആൻഡ് എനിക്ക് എത്ര ടിൻറ്റ് മേടിച്ചാലും എനിക്ക് ഇനഫായിട്ട് തോന്നുകയില്ല. ബിക്കോസ് ഈവൺ ദോ ഇത് അഡ്വർടൈസ് ചെയ്യുന്നത് അത്രയ്ക്ക് എന്താ പറയുക, കുറച്ചുകൂടി കൊറിയൻ
അങ്ങനത്തെ കുറച്ചുകൂടി ബ്രൈറ്റർ, ബേസിക്കലി ഇത് കുറച്ചും കൂടി ഫെയറർ പീപ്പിളിനാണ് ബെറ്റർ എന്നുള്ള രീതിയിലാണ് റിവ്യൂസ് വരുന്നതെങ്കിലും എനിക്കെന്തോ എൻ്റെ ഫേസിൽ ലിപ് ലൈനർ ഇല്ലാണ്ട് തന്നെ, പക്ഷെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇത് ഇടുന്ന സമയത്ത് എനിക്ക് എൻ്റെ ലിപ്സ് ഭയങ്കര നാച്ചുറലി ഒരു പിങ്കിഷ് ടോൺ കിട്ടുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. റോമാനിൻ്റെ ലൈക്ക് മോസ്റ്റ് ഓഫ് ദ കളേഴ്സ് ഐ ഹവ് ട്രൈഡ്. ഇപ്പം കുറച്ച് കാലമായിട്ട് എനിക്ക് തോന്നുന്നു നൈക്കയിൽ അത്രയ്ക്ക് യുനോ ബർത്തി ആയിട്ടുള്ള ഡിസ്കൗണ്ട്സ് ഒന്നും ഉണ്ടാവാറില്ല. അതിനെക്കാട്ടും കൂടുതൽ എനിക്ക് മിന്ത്ര, അജിയോ, കൾട്ട് കൾട്ട് ആപ്പ് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. ഓക്കെ, അതെനിക്ക് തോന്നുന്നു ഒരു കൾട്ട് തന്നെയായിരുന്നു. ഞാൻ കൾട്ടിൻ്റെ ഒരു പീക്കിൽ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതൊക്കെ തീർന്നു. അപ്പോൾ കൾട്ടിനെ പറ്റി അറിയില്ലെങ്കിൽ ഇറ്റ് വാസ് എൻ ആപ്പ് ബിക്കോസ് ഇപ്പം അത് അവർ കംപ്ലീറ്റ്ലി അവർ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറേ ആൾക്കാർ പാർസൽസ് ഒക്കെ ഡെലിവർ ആവുന്നില്ല. ആൻഡ് ഇപ്പം അതിൽ നോർമൽ എന്താ പറയുക പ്രൈസസ് തന്നെയാണുള്ളത്. പക്ഷെ കുറേ മുന്നേ കൾട്ടിൽ there was 75% off on luxury products. മാക്കിൽ, സ്മാഷ് ബോക്സിൽ, ടു ഫേസ്ഡിൽ. അപ്പം ഈ പ്രോഡക്ട്സ് ഒക്കെ എനിക്ക് മേടിക്കാൻ പറ്റിയത് കൾട്ട് കൊണ്ട് മാത്രമാണ്. നൈക്കയെന്നൊന്നും ഞാൻ ഒരിക്കലും മേടിച്ചിട്ടുണ്ടാവില്ല. ഐ തിങ്ക് നൈക്കയിലൊക്കെ ഒരു 50-60 റുപ്പീസും കൂടിപ്പോയ 100 റുപ്പീസിൻ്റെ ഒക്കെ ഓഫർ ഇതിലൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പം ഓക്കെ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഫ് യു വുഡ് ലൈക്ക് മീ ടു സ്വാച്ച് സം ഓഫ് മൈ ലിപ് collections or like അങ്ങനെ എന്തെങ്കിലും, give me ideas please. And if you want me to do other kind of content or അങ്ങനെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ please do comment and subscribe if possible. ഇത് എൻ്റെ വീട്ടിലുണ്ടായ ചെമ്പരത്തിയാണ്. പക്ഷെ ചെമ്പരത്തിയാണെന്ന് അറിയില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു നല്ലൊരു സെറ്റപ്പ് ആയിരുന്നു. ഞാൻ ഇതൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഐ forgot about it. Thank you for watching my video. See you in another one. Bye.